സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. കാട്ടാന സ്വൈര ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതായി ജനങ്ങൾ. പുതുവടി ചെറങ്കോണം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീട്ടുവളപ്പുകളിൽ കയറി പന നശിപ്പിക്കുകയും കമ്പിവേലി തകർക്കുകയും ചെയ്തു. റബ്ബർ ടാപ്പിംഗിന് പോകുന്ന തൊഴിലാളികൾക്കും പ്രഭാത സവാരിക്കിറങ്ങുന്നവർക്കും കാട്ടാന അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. ഈ പ്രദേശത്ത് നിരവധി ദിവസങ്ങളിലായി ആന ഇറങ്ങി ആദ്യമായി കർഷകന്റെ കാർഷിക വിളകളാണ് നശിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരായ ആളുകളുടെയും ജനവാസ മേഖലയിൽ വന്ന് ആളുകളെ ശല്യപ്പെടുത്തുന്ന വിധത്തിൽ ഭയവിഹ്വലരായി അവരുടെ വീട്ടിൽ കഴിയുകയാണ്. ഈ നിലയിൽ ആന വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ സ്വത്തിനും ഒക്കെ നാശം ഉണ്ടാകുന്ന വിധത്തിലാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കാലത്ത് എണീറ്റാൽ 7 മണിക്കാണ് പല വീടുകളുടെ ഉമ്മറത്ത് നിന്ന് ആന പോകുന്നത് കാണുന്നത്. 7 മണിക്ക് ഇവിടെ റബ്ബർ ടാപ്പിങ്ങിന് വരുന്ന തൊഴിലാളിയും അതുപോലെ തന്നെ അവന് ദൈനംദിന കാര്യങ്ങൾക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന വിധത്തിലാണ് ആനയുടെ ഇതിലെ സ്വൈരസഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് സമാധാനപരമായി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്നും ജനങ്ങൾ പറയുന്നു. അതായത് വേറൊന്നും വേണ്ട, ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാനുള്ള ഒരു സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു അവസരം സർക്കാർ ഒരുക്കി തരണം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സ്വത്തും മുതലൊന്നും ഇപ്പോൾ അവരൊന്നും ചെയ്യാൻ പോകില്ല. ഞങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു സംവിധാനം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞ സ്ഥലത്തെത്തുന്നുണ്ടെങ്കിലും കാട്ടാനയെ തുരത്താനാവശ്യമായ സജ്ജീകരണങ്ങളോ ഉദ്യോഗസ്ഥർക്ക് ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളോ അധികൃതർ ഒരുക്കി നൽകിയിട്ടില്ല എന്നും ആരോപണം. ഫോറസ്റ്റുകാര് ഇവിടുന്ന് വാഴാനിന്ന് വേണം ഓടി വരാൻ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഈ മേഖല ആന ഇറങ്ങുന്ന മേഖലയോടനുബന്ധിച്ച് ഫോറസ്റ്റുകാർ ഒരു കാര്യങ്ങളും അവർക്കൂടെ താമസിക്കാനോ അതിനുള്ള സൗകര്യങ്ങളോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നില്ല. അവർ നിരപരാധികളാണ്. അവർ ഞങ്ങൾ വിളിക്കുമ്പോൾ അവർ വാഴാനി ഓഫീസിൽ പറയും ഞങ്ങൾ അവിടെ വരാമെന്ന് പറയും. അവരിവിടുന്ന് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ആരാണ് ഉത്തരം പറയാനുള്ളത്? പല പ്രാവശ്യമായി ഇവിടെ ആന ഇറങ്ങുന്നു. ഇതിനൊന്നും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പാവപ്പെട്ട ഫോറസ്റ്റർമാർക്ക് ഒരു തരത്തിലുള്ള ഇതിനെ എതിർക്കുന്നതിനുള്ള ഒരു തരത്തിലുള്ള സാധന സാമഗ്രികളും അവരുടെ കയ്യിലില്ല. വെറും ഓലപ്പടക്കമല്ലാതെ വേറൊരു സാധനമില്ല. ഫോറസ്റ്റർമാരെ വിളിക്കുമ്പോഴേക്കും ഓടിയെത്താറുണ്ട്. അവർ എല്ലാ കാര്യങ്ങളിലും ഇടപെടാറുണ്ട്. വേറെ ഒരു പരിഹാരവുമില്ല. സർക്കാർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഇതിനുള്ള പരിഹാരം ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. കാട്ടാന പേടിയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്നും മരണം മുന്നിൽ കണ്ടാണ് തങ്ങൾ ജീവിക്കുന്നതെന്നും പ്രദേശവാസികൾ. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു.